തെക്കിന്റെ കാശി എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിലെ ചെങ്കോട്ടയിലുള്ള പൻപോളി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മുരുക ക്ഷേത്രമാണ് തിരുമലൈ കോവിൽ. ചേര രാജവംശത്തിൽ ജനിച്ച ഇളങ്കോവടികൾ രചിച്ച സംഘകാലഘട്ടത്തിലേത് എന്ന് കരുതപ്പെടുന്ന AD 5-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ചിലപ്പതികാരത്തിൽ നെടുവേൽ കുണ്ട്രം എന്ന് പ്രത്യേകം പരാമർശിച്ചിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത്. അല്ലു അർജുൻ നായകനായ പുഷ്പ ദ റൈസ് എന്ന മൂവിയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ ഒന്നുകൂടിയാണ് ഈ ക്ഷേത്രവും ക്ഷേത്രത്തിനടുത്തുള്ള സ്ഥലങ്ങളുമൊക്കെ. കേരളത്തോട് അതിർത്തി പങ്കിടുന്ന പശ്ചിമഘട്ട താഴ്വരയിൽ നിന്നും അല്പം മാറി ഓം ആകൃതിയിലുള്ള ഒരു കുന്നിൻ മുകളിൽ ഏകദേശം 500 അടി ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വിശാഖം നക്ഷത്രജാതരായിട്ടുള്ളവരുടെ നക്ഷത്ര ക്ഷേത്രം കൂടിയാണ് ഈ ക്ഷേത്രം എന്നാണ് അറിയാൻ സാധിച്ചത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന ആരാധനാമൂർത്തി അല്ലെങ്കിൽ പ്രതിഷ്ഠ മുരുക ഭഗവാനാണെങ്കിലും ഇവിടെ മറ്റൊരു പ്രധാന പ്രതിഷ്ഠ കൂടിയുണ്ട്, തിരുമലൈ കാളിയമ്മൻ. പണ്ടുകാലത്ത് ക്ഷേത്രത്തിലേക്ക് എത്താൻ 624 പടികൾ കയറി മാത്രമേ വരാൻ സാധിച്ചിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ക്ഷേത്രം ഇരിക്കുന്ന കുന്നിൻ മുകളിൽ വരെ എത്താൻ സാധിക്കുന്ന റോഡ് സൗകര്യവും ഉണ്ട്. ക്ഷേത്ര നടയിലേക്ക് എത്താൻ 2 മാർഗങ്ങളാണുള്ളത്. ഒന്ന് റോഡ് മാർഗവും പിന്നൊന്ന് സ്റ്റെപ്പുകൾ കയറിയും. ക്ഷേത്രത്തിനടുത്തേക്ക് നടന്നു കയറാനുള്ള സ്റ്റെപ്പ് മാർഗമാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. സ്റ്റെപ്പുകൾ കയറി പോകുമ്പോൾ കൂടുതൽ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് പോകാൻ സാധിക്കും. കൂടാതെ വഴിയിലൊക്കെ തന്നെയായി ചെറിയ പ്രതിഷ്ഠകളും വിശ്രമ കേന്ദ്രങ്ങളും ഒക്കെയുണ്ട്. അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ തന്നെ വളരെ ഭംഗിയുള്ളതായിരുന്നു. നടന്നുള്ള യാത്രയിൽ ചുറ്റുമുള്ള പരിസരങ്ങളുടെ കാഴ്ചകളും താഴ്വാരങ്ങളും അങ്ങ് ദൂരെയുള്ള കേരളത്തിന്റെ പശ്ചിമഘട്ട മലനിരകളും പുരാതന ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യകളും ഒക്കെ കണ്ട് ആസ്വദിച്ച് യാത്ര ചെയ്യാൻ സാധിക്കും. കുന്നിൻ മുകളിലെ പരിക്കൻ ഭൂപ്രകൃതിയിലും പച്ചപ്പണിഞ്ഞു നിൽക്കുന്ന കള്ളിമുൾ ചെടികളും മറ്റ് സസ്യങ്ങളും പിന്നെ ക്ഷേത്രത്തിൽ നിൽക്കുന്ന ആൽമരവും പുളിമരവും എല്ലാം ഈ പരിക്കൻ ഭൂപ്രകൃതിയിലും ഭംഗി നൽകുന്ന കാഴ്ചകളാണ്. ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യയും ക്ഷേത്രം പണിതിരിക്കുന്ന രീതിയും ക്ഷേത്രത്തിനായി തിരഞ്ഞെടുത്ത സ്ഥലവും ഒക്കെ തന്നെ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. ക്ഷേത്രത്തിന്റെ ചുമരിലും തൂണിലും മുകളിലും ഒക്കെയായുള്ള കലാസൃഷ്ടികളൊക്കെ തന്നെ വളരെ ഭംഗിയുള്ളവയാണ്.
ഈ ക്ഷേത്ര നിർമ്മിതികളൊക്കെ തന്നെ പണ്ട് കാലത്തെ തമിഴ് രാജവംശങ്ങളുടെ പ്രൗഢിയെ കൂടെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. പഴയകാല ക്ഷേത്ര നിർമ്മിതികളെല്ലാം നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ക്ഷേത്രത്തിന് ഉള്ളിലായിട്ടാണ്. ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ല. ഇത്രയും ഉയരമുള്ള പാറക്കെട്ടുകൾ നിറഞ്ഞ മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിനടുത്തായി കടുത്ത വേനലിലും പറ്റാത്ത ഒരു കുളമുണ്ട്. മലമുകളിൽ തപസ്സു ചെയ്തിരുന്ന അഗസ്ത്യമുനിക്ക് മുരുക ഭഗവാൻ ഇവിടെ വെച്ചാണ് ദർശനം നൽകിയത് എന്നും ഒരു ഐതിഹ്യമുണ്ട്. ക്ഷേത്രക്കുളവും ക്ഷേത്രത്തിന് പിന്നിലെ ദൂരത്ത് നിന്ന് കാണുന്ന വലിയ മലനിരകളും ക്ഷേത്ര നിർമ്മിതികളും എല്ലാം തന്നെ എന്റെ മനസ്സിൽ ഇടം നേടിയ കാഴ്ചകളാണ്. ക്ഷേത്രത്തിലേക്ക് പോകാൻ പുനലൂർ, തെന്മല, ആര്യൻകാവ് വഴി തെങ്കാശിയിലേക്ക് പോകുന്ന റൂട്ടിൽ തേൻപൊത്തൈ വഴി ക്ഷേത്രത്തിലേക്ക് ചെല്ലാവുന്നതാണ്. അല്ലെങ്കിൽ പുനലൂരിൽ നിന്നും അലിമുക്ക്, പുന്നല, അച്ചൻകോവിൽ വഴി തെങ്കാശിയിലേക്ക് പോകുന്ന റൂട്ടിൽ കൂടെ വേണമെങ്കിലും ക്ഷേത്രത്തിലേക്ക് എത്താവുന്നതാണ്. ക്ഷേത്രത്തിന്റെയും പരിസര പ്രദേശങ്ങളുടെയും കാഴ്ചകൾ ബാക്കി വീഡിയോയിൽ കാണാം.